ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. പറ്റുകയാണെങ്കിൽ ആദ്യം എന്നെ പിടിച്ചു കാണിക്കണം മാധവാ. വാടാ വന്ന് പിടിക്കേ വാടാ. ഗോപു നീ 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 ചീറ്റിംഗ് ചെയ്യാണ്. ലക്ഷ്മൺ ലക്കി ഒന്ന് പെട്ടെന്ന് വാ. ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ ആരാണ് തള്ളിയിട്ട് പൊടിച്ചത്? തീർച്ചയായിട്ടും ഇത് ആ കുട്ടിച്ചാത്തന്മാരുടെ കളി തന്നെ ആയിരിക്കും. ഇന്ന് ഇവരെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അവന്മാരുടെ അവസാനമാണ് ഇന്ന് എന്റെ കയ്യിൽ നിന്ന്. എവിടെയാണോ നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്? ഫൗണ്ടേഷൻ സ്റ്റോണിനെ ആരെങ്ങനെ തല്ലി തകർത്തതോ? ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണമല്ലോ. മിലി, നീ എന്ത് കാര്യമാ ചെയ്തിരിക്കുന്നത്? ഈ കുട്ടിച്ചാത്തന്മാർ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത്? നീ എന്തിനാണ് അവിടെ പതുങ്ങിയിരിക്കുന്നത് മാധവാ? ഇത് ഞാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമാ. എന്താടാ ഇവിടെ നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? എടാ ഗോപു, പ്രിൻസിപ്പൽ സാർ മിലിയെ വഴക്ക് പറയാണ്. വഴക്ക് പറയുന്നോ? ആണോ? എന്ത്? എന്റെ ഗേൾഫ്രണ്ട് മിലിയെ വഴക്ക് പറയുന്നെന്നോ? നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ വളരെ ഇന്റലിജന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചത്. നീ ഒരു സ്മാർട്ട് സ്റ്റുഡന്റ് ആണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ആ ഫൗണ്ടേഷൻ സ്റ്റോൺ തകർത്തത് ഞാനല്ല സർ. പിന്നെ നീ അവിടെ എന്തെടുക്കുകയായിരുന്നു? നോ മോർ എക്സ്ക്യൂസസ്. ഇനി ഒരു പ്രാവശ്യം തെറ്റ് ചെയ്താൽ നിന്നെ സ്കൂളിൽ നിന്നും റെസ്റ്റിഗേറ്റ് ചെയ്യും. എങ്കിൽ പൊക്കോ, ക്ലാസ്സിലേക്ക് പൊക്കോ. സോറി സർ. കണ്ടോടാ ലക്ഷ്മൺ, നീ ഇത് കണ്ടില്ലേ? പ്രിൻസിപ്പൽ സാർ മിനിയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിരിക്കുക. പാവം നമ്മളുടെ മിലി, അവളിപ്പോ ഭയങ്കര വിഷമത്തിലായിരിക്കല്ലേ? അത് തന്നെ ഞാനും പറയുന്നത്. മിലിയെ കുറിച്ച് ഒരു കംപ്ലൈന്റ് ബോക്സിൽ പപ്പി ആയിരിക്കും കൊണ്ടിട്ടത്. ആ പപ്പി നമ്മളിപ്പോ എന്ത് ചെയ്യും ഗോപു? പപ്പിയെ എടുത്തിട്ട് വന്നിട്ട് ശരിക്കൊന്ന് വക വരുത്തണം. വെയില് ഒരുപാട് കൂടിയാല് ഐസ്ക്രീം കോണ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വീണ്ടും നമ്മളൊരു തെറ്റ് ചെയ്താലുണ്ടല്ലോ, മിലിയെ സ്കൂളിൽ നിന്ന് അടിച്ചു പുറത്താക്കും. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? പുറത്തു പോകുന്നോ? നല്ല ഐഡിയ ആണ് നിന്റേത്. എന്റെ ജീനിയസ് ആയ ലക്ഷ്മണ. പുറത്ത് പോവില്ല, പുറത്താക്കും. പപ്പിയെ ജോലിയിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. നീ വിഷമിക്കണ്ട മിലി, ആ പപ്പിയല്ലേ നിന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്ത്. നൗ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. പപ്പിക്ക് ശരിക്കൊരു പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. പാടമല്ല മിലി, ഞാൻ ആ പപ്പിയെ സ്കൂളിൽ നിന്നും അടിച്ച് പുറത്താക്കാൻ പോകുന്നു. നോക്കോ. അതെ, ഞങ്ങൾ അവനെ രസക്കേട്ട് ചെയ്യും മിലി. നമ്മള് പപ്പിനെ ഇവിടുന്ന് തുമ്മല് പോലെ എന്ന് പറഞ്ഞയക്കാം. ഇപ്പൊ നോക്കിക്കോ. പപ്പി ഇനി നമ്മുടെ ട്രാപ്പിൽ എങ്ങനെ വന്ന് വീഴുന്നെന്ന് നോക്കിക്കോ. നീ പറഞ്ഞത് ശരിയാ ലക്കി. നീ പപ്പിയെ പേടിപ്പിക്കണം, പിന്നെ അവൻ സ്കൂള് വിട്ട് ഓടിപ്പോണം, തിരിച്ചു വരരുത്. എക്സാക്ട്ലി. അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ, പ്രേതം. റിലാക്സ് ഗോപു, റിലാക്സ്. എടാ ഗോപു, നിങ്ങൾ
നിങ്ങൾ കാരണം ഞങ്ങളുടെ ടോട്ടൽ പ്ലാനും ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ പപ്പി ഉണ്ടല്ലോ ഈ ചളിക്കുഴിയിൽ വന്ന് എപ്പോഴേ വന്ന് വീഴേണ്ടതായിരുന്നു. അറിയോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് അല്പം സമാധാനിക്കേ. ഞങ്ങളുടെ പ്ലാനാ നീ ഇപ്പൊ നശിപ്പിച്ചിരിക്കുന്നത്. അതെ, പപ്പിയെ ഞങ്ങൾ അടിച്ചു പുറത്താക്കാനാ പ്ലാൻ ചെയ്തിരുന്നത്. ശരിയല്ലേ? അല്ല, നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനൊക്കെ അറിയാമോ? എടാ, ഞങ്ങൾ ചെയ്തത് പ്ലാനിങ് ആണ്. അല്ല, നിങ്ങൾ എന്താ ചെയ്തത്? അല്ല, നീ എന്താ ചെയ്തത്? ആവശ്യമില്ലാണ്ട് പറയണ്ട. ഒരു മിനിറ്റ്. പപ്പിയെ പഠിച്ച് പുറത്താക്കണം അത്രയല്ലല്ലോ. ഞങ്ങൾക്കും പപ്പിയെ പുറത്താക്കണം. അപ്പൊ ശത്രുവിന്റെ ശത്രു കൂട്ടുകാരൻ. എന്താ നീ ഫ്രണ്ട് അല്ലേ ബായ്? അവൻ പറഞ്ഞത് ശരിയാണ് ലക്കി. പപ്പിയെ പുറത്താക്കാൻ വേണ്ടിട്ട് ഞാൻ ശത്രുവിനെ ഫ്രണ്ട് ആക്കാൻ തയ്യാറാണ്. അതെ. ഓക്കെ പപ്പി, ഞാൻ ഈ മുടിയും മീശയും മുറിക്കാൻ പോവുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരും. ബൈ. പ്രിൻസിപ്പൽ സാറേ, നിങ്ങൾ ലഡു സീക്രട്ട് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമൊക്കെ ഞാനിപ്പോ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. പപ്പി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കൊള്ളാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പപ്പി എന്തെങ്കിലും ഗുലുമാലപ്പിക്കുന്നത്. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പ്രിൻസിപ്പൽ സാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മിലിയോട് ക്ഷമിക്കല്ലോ. പിന്നെ ആ പപ്പിയുണ്ടല്ലോ ഒറ്റടിക്ക് ചവിട്ടി പുറത്താക്കി കളയും സ്കൂളിൽ നിന്ന്. നീ പറഞ്ഞ ശരിയാ മാധവ. പക്ഷെ വീഡിയോ കാണാൻ ക്ലിയർ ആയിരിക്കണം. ആ, ഇങ്ങോട്ട് താ ഫോണ്. ഗോപു, നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ കളിയൊന്നുമില്ല. ഗോപു, നീ എന്റെ കൂടെ വാ. അത് മതി. ഗോപു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഗോപു ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ സുഹൃത്ത് ഗോപു ആണ്. ഗോപു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വേഗം ചെന്ന് മൊബൈൽ എടുക്കടാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗോപു. ഗോപു ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഗോപു. എടാ, അവനെങ്ങ് വിട്ടേക്ക്. വേഗം ചെന്ന് പപ്പിയെ പിടിക്ക്. ആ, ഈ പ്രാവശ്യം അവൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യണം. എടാ, പപ്പി എന്താ ചെയ്യുന്നേ? പപ്പി, അത് ചെയ്യോ, ഇത് ചെയ്യോ. ഇത് ഞാനാണ് പ്രിൻസിപ്പൽ പട്ടുവർദ്ധൻ. ജോലിയുടെ കാര്യത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. അതോ, നീ എന്താണ് ഈ ചെയ്തത്? ടോട്ടൽ ഫുട്ടേജും ഈ ഫോണിൽ സേഫ് ആണ്. വാ ലക്ഷ്മണ, നമുക്ക് പ്രിൻസിപ്പൽ സാറിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചേക്കാം. ഗോപു, ഈ വീഡിയോ നീ പ്രിൻസിപ്പൽ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പിക്ചറിൽ നീ അല്ലടാ ഹീറോ ആയിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് മിലി നിന്റെ അടുത്ത് അങ്ങനെ പെട്ടെന്ന് ഇംപ്രസ് ആയി പോകൂലേ? ഫോൺ എനിക്ക് തന്നേക്ക് മാധവ. ആയി മാറി നിൽക്ക് ഗോപു, മാറി നിൽക്ക്. ഇവന് ദേഷ്യം എന്താണെന്ന് കാണിക്ക്. അല്ലെങ്കിൽ നിന്റെ കാര്യം പിന്നെ പോക്ക. ലക്കി പറഞ്ഞത് ശരിയാണ്. ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് പ്രിൻസിപ്പൽ സാർ പപ്പിയെ അടിച്ച് പുറത്താക്കും. അതിനുശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം. മിലിയോട് ആര് എന്ത് പറയണമെന്ന് പിന്നീട് ഡിസൈഡ് ചെയ്യാം. പറയോ? ഓക്കെ. ഇപ്പൊ കണ്ടോടാ, ഞാനിപ്പോ ഫോൺ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്താ, പ്രിൻസിപ്പൽ സാർ വരുന്നുണ്ടല്ലോ. ലക്കി വായി തുറന്ന് സംസാരിച്ചില്ലെങ്കിലും കറക്റ്റ് സമയത്ത് എല്ലാം കാര്യങ്ങളും ചെയ്യും. കറക്റ്റ് സമയത്തിലല്ലേ സിഗ്നൽ തന്നത്. ശരി വാ, നമുക്ക് ഒന്നിച്ചു ചേർന്ന് അങ്ങോട്ട് പോകണ്ടേ? ശരി ശരി വാ. ഓ, ആഹാ, ചേട്ടാ, ചേട്ടാ, ഗോപാൽ, മാധവ്, നിങ്ങൾ ഇന്ന് എന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്. ആഹാ. പപ്പി, ഇങ്ങനെ നീ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്ലീസ് സാർ, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പപ്പിയെ ജോലിയിൽ നിന്ന് അടിച്ച് പുറത്താക്കരുത് പ്ലീസ്. ആക്ച്വലി സാർ, പ്രശ്നമൊന്നുമില്ല. അയാളെ ജോലിയിൽ നിന്ന് പുറത്തേക്കണം. അത് മാത്രമല്ല, ഈ സീറ്റിൽ നിന്ന് പുറത്തേക്കുന്നതായിരിക്കും വളരെ നല്ലത്.
ചേടാ, ഞാൻ പപ്പിയെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കുകയല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ പറഞ്ഞയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ഞാൻ അവന്റെ പേയ്മെന്റ് കൂട്ടാൻ പോവുകയാണ്. നീ ഇത്രയും നല്ല വർക്കറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പപ്പി. നീ വളരെ അധ്വാനിയാണ്, അഭിമാനിയാണ്. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യമാണ് സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് പപ്പിയുടെ ജോലി നഷ്ടമാകാതിരുന്നത്. സബാഷ്. എന്തൊരു പ്ലാനിങ് ആയിരുന്നു എന്റേത്. ഒരു പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സാർ ആ പപ്പിയെ സ്കൂളിൽ നിന്ന് അടിച്ച് പുറത്താക്കി കളയും. Congratulations. നീ എന്താ പറഞ്ഞത്? പപ്പി അടിച്ച് പുറത്താക്കുന്നല്ലേ? വന്നിരിക്കുന്ന ഓരോരുത്തന്മാരും